ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ചാണ് കേട്ടോ. മീൻ ഇറച്ചിയൊന്നും ഇല്ലാണ്ട് ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാ രാവിലത്തെ ചായ ഉണ്ടാക്കലും ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നല്ല പാറ്റിൻ്റെ ഇല ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ അക്കാൻ്റെ കൃഷിയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് നട്ട സമയത്തൊക്കെ ചെറിയ തൈകളായിട്ട്. ഇപ്പോൾ അത്യാവശ്യം വലുതായിട്ട് ഇലയൊക്കെ നുള്ളാനുള്ള ഒരു പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പം പയറിൻ്റെ ഇലയൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പം ഇന്ന് അത് താളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ അവിടെ ഉണ്ടായിരുന്നത് വഴുതനങ്ങയും തക്കാളി പിന്നെ പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ പയറാണ് കുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചീരയൊക്കെ ഉണ്ട്, അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ പയറിൻ്റെ അതിലൊക്കെ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിയുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ കഴുകിയെടുക്കുന്നതാണ് നല്ലത്. അരിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കുമ്പോൾ അതിലത്തെ ഗുണങ്ങളൊക്കെ ഒന്ന് കുറയും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൽ ഇലങ്ങനെ ഇതുപോലെ അങ്ങനെ നുള്ളിയെടുത്തിട്ട് ഒന്ന് അരിഞ്ഞെടുത്താൽ മതി കത്തിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ കൈക്കൊണ്ട് തന്നെ ഒന്നിങ്ങനെ പിച്ചിട്ടാലും മതി കേട്ടോ. അതാണ് ഒന്നും കൂടി നല്ലത്. നമ്മൾ കത്തിയിട്ട് അരിഞ്ഞേക്കാട്ടി നല്ലത് അങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇലവർഗ്ഗങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവർക്കത് ഇഷ്ടമല്ലെങ്കിൽ ഇപ്പം ഞാൻ കുറേ മുന്നേ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോയിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏതൊരു വ്ളോഗിലും കൂടി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മുരിങ്ങയിലൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിലും കോഴിമുട്ടൊക്കെ ചേർത്തിട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് തേങ്ങ ചേർത്തിട്ടോ അല്ലെങ്കിൽ കോഴിമുട്ടൊക്കെ ചിക്കിയിട്ടൊക്കെ ആയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കാം കേട്ടോ. കുട്ടികൾക്ക് നല്ലതല്ലേ. ഇപ്പോഴത്തെ ഒരു കാലത്തിലൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കൽ കുറവാണ്. കൂടുതലായിട്ടും ഇറച്ചി മീനൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടോ എന്നും ഇറച്ചി മീനൊക്കെ ഉള്ളത്. അത് ആ ദിവസങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കുന്നത് മാത്രം. ചില ദിവസങ്ങൾ കുറേ ദിവസമൊക്കെ ഇറച്ചി മീനൊക്കെ കഴിക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് ദിവസം ഞങ്ങൾ അതൊന്നും കൂട്ടാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയും ഇലക്കറികളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ദിവസം പോകും കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനിലായിട്ട് പഠിക്കാൻ പറ്റിയ കുറച്ച് കോഴ്സുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ കുറച്ച് കോഴ്സുകളെ കുറിച്ചിട്ടാണ്. പലർക്കും പല കഴിവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് പറ്റിയ പല കോഴ്സുകളും ഇതിലുണ്ട്. അപ്പോൾ SSLC, +2 പിന്നെ PG ഒക്കെ നമുക്ക് ഓൺലൈൻ വഴി തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് 2 മാസം കൊണ്ട് തന്നെ നമുക്കിത് പഠിച്ചെടുക്കാനും പറ്റും. പിന്നെ ഇതിൽ വേറെയും പല കോഴ്സുകളുണ്ട്. മേക്ക് ഓവർ, പിന്നെ മെഹന്തി ഡിസൈനിങ്, പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് തന്നെ ഓൺലൈൻ വഴി പഠിക്കാൻ പറ്റിയ ഒരുപാട് കോഴ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതിലൊന്ന് കയറി ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും പിന്നെ നമ്മൾ വീട്ടിലത്തെ ജോലി മാത്രം ചെയ്ത് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പറ്റിയ ഒരു കോഴ്സാണ് കേട്ടോ. നമ്മുടെ കയ്യിലും ഒരു 10 രൂപയുടെ വരുമാനമൊക്കെ കിട്ടുക പറഞ്ഞാൽ അതൊരുപാട് സന്തോഷം തന്നെ. നമ്മളുടെ വീട്ടിൽ കാശുണ്ടെങ്കിലും ഭർത്താവിൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിലും നമ്മുടെ കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. അപ്പോൾ നമ്മളൊരു ചെടി നട്ടിട്ട് അതിനൊരു കായ പൂവ് വരുമ്പോഴുള്ള സന്തോഷം എങ്ങനെ, അതുപോലെ തന്നെ നമ്മൾ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വെണ്ടക്ക കറി ഞാൻ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടക്ക കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നാടൻ രീതിയിലൊരു വെണ്ടക്ക കറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതൊരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ കൂടെ വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ വെണ്ടക്ക കറി എന്നെ മറ്റേ ഒരു ചെറിയ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അടുപ്പിൽ നമുക്ക് നമ്മുടെ പയറ്റിൻ്റെലൊക്കെ ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അര ഗ്ലാസോളം കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചീനമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചീനമുളക് ഇട്ട് കൊടുക്കണം, ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു പയറിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൊണ്ട് ആവി കയറിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചുരുങ്ങി പോകും കേട്ടോ. അപ്പം ഇതിൽ കാണുമ്പോൾ നമുക്കിതിങ്ങനെ ഫുള്ളായിട്ട് തോന്നും. എൻ്റെ അടച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഇലയൊക്കെ നല്ല താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരുപാട് ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കരുത് കേട്ടോ.
നമ്മൾ ഇലക്കറികൾ എന്തുണ്ടാക്കുകയാണെങ്കിലും നമ്മൾ അത് ഫുള്ളായിട്ട് വേവിക്കരുത്. ഒരു മുക്കാലോളം മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. നല്ല ഫുള്ളായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇലയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോഴത്തെ നമ്മുടെ ഇലയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മീതെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ താളിപ്പ്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച സമയത്ത് ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ നമ്മുടെ വെണ്ടക്കക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ താളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഉള്ളി. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ വെണ്ടക്ക കറിയും പിന്നെ പയറിൻ്റെ ഇല താളിച്ചതും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പയറിൻ്റെ ഇതിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള ആ വെള്ളത്തോട് കൂടിയിട്ട് കഴിക്കാൻ നല്ല രസമാണ്. ഇനി അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു സൈഡിലായിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വെക്കാറ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. എന്നിട്ട് വേണം അതൊക്കെ ഒന്ന് അടച്ച് വെക്കാൻ. അപ്പോൾ ഇത് ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് അടച്ച് വെക്കുകയാണ്. പിന്നെ ഞാൻ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് താത്താൻ്റെ വീട്ടിൽ നിന്ന് താത്ത അവിടെ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് കൊടുത്തയക്കാറുണ്ട്. പിന്നെ ഞാൻ ചെല്ലുമ്പോഴും കൊടുത്തരാറുണ്ട്. അപ്പോൾ ഒരുപാട് തരുമ്പോൾ അങ്ങനെ കൊടുത്തിട്ടപ്പോൾ എല്ലാവർക്കും തൈരൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ തൈര് കൊണ്ട് വേറൊരു അടിപൊളി ഐറ്റം കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കാത്ത സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ. ഈ ഒരു ഐറ്റം മാത്രം ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചോറിൻ്റെ കൂടെ ഉപ്പേരിയോ മീനോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ചോറും ഈ ഒരു ഐറ്റം മാത്രമായിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ഒരു ചെറിയൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൊണ്ട് കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് ചീനമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് എത്രയും വേണ്ട തോനെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അധികം തന്നെ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടല്ല ചതക്കുന്നത്. പിന്നെ മിക്സർ ചാർട്ട് ഒരിക്കലും എടുക്കരുത്, ചതച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തന്നെ അരിഞ്ഞു പോകുള്ളൂ. ഇതുപോലെ ഒന്നുകൊണ്ട് കുത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒരുപാട് അരയാണ്ട് തന്നെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു കട്ട തൈരിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം മാത്രമായിട്ട് കഴിച്ച് നോക്ക്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാനും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ നമ്മുടെ മിനുട്ടി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇന്ന് എക്സാം ആയിരുന്നു. അപ്പോൾ ഉച്ച വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇക്ക അവളെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇനി ഇതാ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇക്ക ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ കൂടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല നാടൻ വെണ്ടക്ക കറിയും അതിലേക്ക് ഇതാ നമ്മുടെ മോരും പിന്നെ ഇലയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എന്താ ഞാനൊരു ദിവസം വൈകുന്നേരത്ത് ഞാൻ കുട്ടികളെ കൂടിയിട്ട് പാടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നല്ല ഭംഗിയിട്ട് കാണാൻ നെല്ലൊക്കെ നന്നായിട്ട് തന്നെ വിളഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ലൊരു കാറ്റും നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടിയിട്ട് കുറേ നേരം ഞങ്ങളിവിടെ നിന്നിട്ടോ. അപ്പോൾ അതാ ഇത് വരുന്ന വഴിക്ക് നമ്മുടെ സ്ഥലം തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ പൊന്തൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. നിറയെ പുല്ലും പൊന്തൊക്കെ ആയിട്ട് വരുന്നു കേട്ടോ. തൊട്ടാവാടിയൊക്കെ ഒരുപാടുണ്ട് ഇവിടെ.
അപ്പോൾ അങ്ങനെ കിടക്കാനൊന്നും അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തൊട്ടവടിക്ക് കയറാം. അപ്പോൾ അതൊക്കെ വെട്ടി ക്ലീനാക്കി പിന്നെ തേങ്ങ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുടുംബശ്രീക്കാരൊക്കെ അങ്ങനെ കുറച്ച് പച്ചക്കറി ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്, കൃഷി ചെയ്യാറുണ്ട് അവർ. അപ്പോൾ അവർ ഇങ്ങനെ കിളച്ചിട്ട് ഈ പൂളി ഒക്കെ ഇങ്ങനെ കുത്തിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഓരോ ഭാഗം സൈഡ് പൊന്തിയിട്ടും താഴ്ന്നിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ തറവാടാണ് കേട്ടോ, അതങ്ങനെ അടച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികൾ അങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.